പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ സഹോദര സ്ഥാപനമായ മുളന്തിരുത്തിക്കടുത്തുള്ള വെട്ടിക്കൽ സ്വാശ്രയ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ അടുത്തിടെ ഞാൻ ചെന്നപ്പോൾ ഒരു കുടുംബത്തെ പരിചയപ്പെടുവാനായിട്ടിടയായി. അവിടെ അന്തേവാസികൾ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല എന്നുറപ്പുള്ള രോഗികളാണ്. ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ കണ്ട ഒരു കുടുംബം വാസ്തവത്തിൽ എന്നെ ഏറെ ചിന്തിപ്പിക്കുവാനായിട്ടിടയായി. എൻ്റെ ഒരു അധ്യാപികയുടെ മകൻ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുകയാണ്. അധികം താമസിയാതെ ഭാര്യയെയും വിദേശത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം പ്ലെയിൻ കയറുന്നത്. എന്നാൽ വിദേശത്ത് വെച്ച് അദ്ദേഹത്തിനൊരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് ക്ഷതം സംഭവിക്കുകയാണ്. നാട്ടിൽ കൊണ്ടുവന്നു ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ ഈ നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ തന്നെ താമസിക്കുന്നു. ചെറുപ്പക്കാരിയായ സഹോദരിയോട് വീട്ടുകാരും കൂട്ടുകാരും എല്ലാം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരതിന് തയ്യാറാകുന്നില്ല. ഈ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ ഈ മകനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ സഹോദരി 4-5 വർഷമായി ഇപ്പോൾ അവിടെ അദ്ദേഹത്തോടൊപ്പം വസിക്കുന്നു. വാസ്തവത്തിൽ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. ഇന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാ അവസ്ഥയിലും സന്തോഷമായിട്ട് കഴിയേണ്ട പല കുടുംബങ്ങളും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ കുടുംബം ഇന്ന് സമൂഹത്തിന് ഒരു മാതൃകയാകേണ്ടതാണ്. പാരീസിലെ ഒരു നിരീശ്വരവാദിയായ ഭർത്താവ് ഭാര്യ തീഷ്ണതയുള്ള ദൈവവിശ്വാസി. ഈ ദൈവവിശ്വാസിയായ മകൾ വിവാഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവൾക്ക് പറ്റിയ അപകടം. നിരീശ്വരവാദിയായ ഈ മനുഷ്യനെ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ്റെ കോണം അവൾ പെടാപ്പാടുപെട്ടു. എന്നാൽ ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദത്തിന് തീഷ്ണത വർദ്ധിക്കുകയല്ലാതെ അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെയിരിക്കെയാണ് അവൾക്ക് മാരകമായ രോഗം, ചികിത്സ ഫലിക്കാതെ അവൾ മരണപ്പെടുകയാണ്. അവൾ അന്ത്യാഭിലാഷമായിട്ട് ഈ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് കേണപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങുന്നില്ല. ഏതായാലും അവൾ മരണപ്പെട്ടു. അവൾ എഴുതി വച്ചിരുന്ന
ഒരു മരണക്കുറിപ്പ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിപ്രകാരമായിരുന്നു: ഇവളെ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ് ഈ രോഗവും മരണവും. അതിലൂടെയെങ്കിലും അവളുടെ ജീവിത പങ്കാളിയിൽ ഒരു പരിവർത്തനം സംഭവിക്കട്ടെ എന്നുള്ളതായ അവളുടെ ആഗ്രഹമായിരുന്നു അവൾ അതിൽ എഴുതി വച്ചിരുന്നത്. അത് വായിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഒരു കൂസലുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ മനുഷ്യനൊരു വിചിന്തനത്തിന് തയ്യാറായി വൈദികനാകാനായിട്ട് സഭാധികാരികളുടെ അടുക്കൽ ആവശ്യപ്പെടുകയാണ്. സഭാധികാരികൾ അതിന് വഴങ്ങുന്നില്ല. കാരണം നിരീശ്വരവാദം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ എങ്ങനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കും? എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആവശ്യം മാർപ്പാപ്പയുടെ അടുക്കൽ വരെ ചെന്നു. മാർപ്പാപ്പ സ്പെഷ്യൽ കൽപ്പന കൊടുത്ത് ഈ മനുഷ്യനെ ഡൊമിനിക്കൻ വൈദികനാക്കി. അദ്ദേഹം പ്രസിദ്ധനായ ഒരു ധ്യാനഗുരുവായി. ഫാദർ ഫെലിക്സ് ഒരിക്കൽ ഫുൾട്ടൻ ജെ ഷീൻ പങ്കെടുത്ത ഒരു സുവിശേഷ ധ്യാനത്തിൽ വചനപ്രഘോഷകനായിട്ട് വന്ന ഫാദർ ഫെലിക്സ് വെളിപ്പെടുത്തിയതായ സംഭവമാണിത്. ആ മനുഷ്യൻ ഞാൻ തന്നെ എന്ന്. പ്രിയമുള്ളവരെ, വിശ്വപ്രസിദ്ധ വേദശാസ്ത്രജ്ഞനായ ഫുൾട്ടൻ ജെ ഷീൻ അദ്ദേഹത്തെ സ്വാധീനിച്ച ഈ ധ്യാനഗുരുവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയത്. പലപ്പോഴും ദൈവിക പദ്ധതികൾ നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. വിശ്വാസിയായ ഭാര്യയ്ക്ക് അവിശ്വാസിയായ ഭർത്താവ്, അവിശ്വാസിയായ ഭാര്യയ്ക്ക് വിശ്വാസിയായ ജീവിത പങ്കാളി പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനുമായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, സഭയ്ക്ക് നേട്ടമായി ലഭിച്ച ഈ ഫാദർ ഫെലിക്സ് വാസ്തവത്തിൽ ഇതെല്ലാം മറുപടിയാണ്. ഫാദർ ഫെലിക്സിനെ സഭയ്ക്ക് ലഭിക്കുവാനായിട്ടായിരുന്നു ആ മകളെ ദൈവം ഒരുക്കിയതും പദ്ധതി മെനഞ്ഞതും എന്നുൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് കുടുംബജീവിതം ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ ശിഥിലമാകുന്നത്? അടിസ്ഥാനപരമായി സ്വാർത്ഥതയാണ് അതിന് കാരണമെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഞാൻ പറയും, ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ രോഗം പോലെയാണ് സ്വാർത്ഥത. എന്താ ഈ ക്യാൻസർ രോഗം? നമുക്കറിയാം, ശരീരത്തിലെ ചില കോശങ്ങൾ മറ്റു കോശങ്ങൾക്ക് ലഭിക്കേണ്ടതായ പോഷണം ഊറ്റിയെടുത്ത് ക്രമാതീതമായിട്ട് വളരുകയാണ്. കോശങ്ങളുടെ ക്രമാതീതമായ വളർച്ചയാണ് ക്യാൻസർ രോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മറ്റു കോശങ്ങൾ ശുഷ്കമായി പോകുന്നു, ശരീരം ദുർബലമാകുന്നു, മരണപ്പെടുന്നു. അപ്പോൾ സ്വാർത്ഥത എന്ന് പറയുന്നത് ക്യാൻസറാണ്. മനുഷ്യനെ കാർന്നു തിന്നുന്ന, നശിപ്പിക്കുന്ന മാരകമായ ഒരു പ്രതിഭാസമാണ് സ്വാർത്ഥത എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അമേരിക്കയിൽ കറണ്ടില്ലായിരുന്ന, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്ന കാലത്ത് ഫിലാഡൽഫിയയിൽ അക്രമങ്ങൾ പെരുകി. രാത്രിയിൽ അതിക്രമങ്ങൾ പെരുകുകയാണ്. മനുഷ്യന് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തതായ അവസ്ഥ. നമുക്കറിയാം, അന്ധകാരത്തിലാണല്ലോ, ഇരുളിലാണല്ലോ, രാത്രികളിലാണല്ലോ ഇപ്പോൾ വൈദ്യുതി ഉണ്ടെങ്കിൽ പോലും അതിക്രമങ്ങൾ നടക്കുന്നത്. ഫിലാഡൽഫിയയിൽ ഒരു മനുഷ്യൻ ഒരു തീരുമാനമെടുക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു റാന്തൽ വിളക്ക് സ്ഥാപിക്കുവാനായിട്ട്. അങ്ങനെ ആ മനുഷ്യൻ്റെ വീടിൻ്റെ മുമ്പിൽ തെരുവിൽ ഒരു റാന്തൽ വിളക്ക് അദ്ദേഹം സ്ഥാപിച്ചു. ഇത് അനേകർക്ക് ആശ്വാസമായി. വഴിയെ യാത്ര ചെയ്യുന്നവർക്ക് ഈ മനുഷ്യൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ വലിയ സന്തോഷം, ആശ്വാസം, സുരക്ഷിതത്വ ബോധം. ഇത് കണ്ട് വേറൊരു മനുഷ്യനൊരു തീരുമാനമെടുത്തു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു 10 റാന്തൽ വിളക്കുകൾ സ്ഥാപിക്കുവാനായിട്ട്. ഇത് കണ്ട അനേകായിരങ്ങൾ അവരവരുടെ വീടുകൾക്ക് മുമ്പിൽ ഇങ്ങനെ റാന്തൽ വിളക്കുകൾ സ്ഥാപിക്കുവാനായിട്ട് തുടങ്ങി. സംഭവിച്ചെന്താ? ഫിലാഡൽഫിയ പ്രകാശപൂരിതമായി. വാസ്തവത്തിൽ ആ സമൂഹത്തിന് മാതൃക കാണിച്ച ആ മനുഷ്യൻ ആരായിരുന്നു എന്ന് നമുക്കറിയാം, ചരിത്രമറിയാവുന്നവർക്ക്. ഫ്രാങ്ക്ലിൻ എന്ന ആ യുവാവ് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായ റൂസ്വെൽറ്റാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് തൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ചാൽ മതിയായിരുന്നല്ലോ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സംവിധാനം പദ്ധതി മെനഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആ ദേശത്തിൻ്റെ അധിപനാക്കി തീർക്കുവാൻ തക്കവണ്ണം ദേശനിവാസികളെ തയ്യാറായി. ഇന്ന് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ പരാജയം എന്ന് പറയുന്നത് ഇതാണ്. സഭാപിതാക്കന്മാരുടെ പട്ടികയിൽ മരുഭൂമിയിലെ താപസനായിരുന്ന ഒരു പിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം മരുഭൂമിയിൽ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ അന്തിയുറങ്ങാനായി ഒരു ചെറ്റക്കുടിൽ ഉണ്ടാക്കി. വൈകിട്ട് അല്പം ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായ അരിയും സാധനങ്ങളും അതിനുള്ളതായ പാത്രങ്ങളും അദ്ദേഹം ആ കുടിലിൽ കരുതി വെച്ചു. ഒരു ദിവസം സായം സന്ധ്യയിൽ അദ്ദേഹം തൻ്റെ കുടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച, ഇദ്ദേഹം കരുതി വച്ചിരുന്നതായ അരി സാധനങ്ങൾ, പാത്രങ്ങൾ മോഷണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊന്നും തോന്നിയില്ല. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊന്നുവടി അവിടെ ഒരു മൂലയ്ക്ക് ചാരി വച്ചിരിക്കുന്നു. ഇദ്ദേഹം പറയുകയാണ് ആത്മഗതമായിട്ട്, അയ്യോ, ആ കള്ളന്മാരെ കണ്ടായിരുന്നെങ്കിൽ ഈ ഊന്നുവടി കൂടി ഞാൻ അവർക്ക് കൊടുത്തേനെ അല്ലോ എന്ന്. പ്രിയമുള്ളവരെ, ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെച്ചപ്പോൾ ഈ മോഷ്ടാക്കളെ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഈ മോഷ്ടാക്കളോട് ഈ വിവരം പറഞ്ഞു. എന്തിനു പറയുന്നു? ഈ സംഭവം കേട്ട മോഷ്ടാക്കൾ അവർ മോഷ്ടിച്ച എല്ലാ വസ്തുവകകളും ഈ താപസന് തിരികെ കൊടുത്തു എന്ന് മാത്രമല്ല, ഈ താപസൻ്റെ അനുയായികളായി ആ മോഷ്ടാക്കൾ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാണ് ചരിത്രം. പ്രിയമുള്ളവരെ, വചനം പറയുന്നുണ്ടല്ലോ, പുറങ്കുപ്പായം ചോദിക്കുന്നവന് ഉൾക്കുപ്പായം കൂടി കൊടുക്കുവാനായിട്ട് സാധിക്കണം. ആ മനുഷ്യൻ്റെ ഏക ആശ്രയമാണ് ആ ഊന്നുവടി. തൻ്റെ സകലവും മോഷ്ടിച്ചവർക്ക് ഊന്നുവടി കൂടി കൊടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായപ്പോൾ എന്താ സംഭവിച്ചത്? ആ മോഷ്ടാക്കളുടെ പരിവർത്തനത്തിന് അത് മുഖാന്തരമായി. ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ വെറുക്കുന്നവരെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ശരിയാണ്, നമ്മളെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയുടെ പാതയിലാണ് എന്ന് ചിന്തിക്കുന്നവർ പോലും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ?
ഓരോ ദിവസവും തമ്പുരാൻ നമ്മോട് കൽപ്പിക്കുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുവാനായിട്ട് ശ്രമിച്ചാൽ എവിടെ കിടക്കുന്നു നമ്മുടെ ആത്മീയത എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പലപ്പോഴും തമ്പുരാൻ്റെ കൽപ്പനകളെ പാലിക്കുവാനല്ല, അത് അന്വേഷിക്കുവാൻ പോലും നമ്മൾ തയ്യാറാകാറില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അടുത്തിടെയായിട്ട് എനിക്ക് കിട്ടിയതായ ഒരു പ്രേരണ, ദൈനംദിന തിരുവചന ധ്യാനത്തിൽ കർത്താവിൻ്റെ കൽപ്പനകൾ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ച് വിലയിരുത്തുവാനായിട്ട് ആ ഒരു ഉൾപ്രേരണ വസ്തുതയിൽ ഞാൻ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ വചനത്തിന് മുമ്പിൽ ലജ്ജിക്കേണ്ടതായ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം, അക്രൈസ്തവരായ ആത്മീയ ആചാരന്മാർ പോലും കർത്താവിൻ്റെ കൽപ്പനകൾ പ്രായോഗിക ജീവിതത്തിൽ വിലയിരുത്തുവാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. ലോകപ്രശസ്ത വേദശാസ്ത്രജ്ഞനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. ഒരു അക്രൈസ്തവനായ ആത്മീയ ആചാര്യൻ, അദ്ദേഹം താൻ ഉപയോഗിക്കുന്നതായ ബൈബിളിൽ കർത്താവിൻ്റെ കൽപ്പനകൾ റെഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരിക്കൽ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയെ ഇത് കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കർത്താവിൻ്റെ കൽപ്പനകൾ ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് താതാത്മ്യപ്പെടുത്തുന്നതാണ്. ഇത് ഞാനൊന്ന് കർത്താവിൻ്റെ കൽപ്പനകൾ മാത്രമായിട്ട് ഞാനൊന്ന് പ്രസിദ്ധപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അത്രേ, കർത്താവിൻ്റെ കൽപ്പനകൾ വളരെ കുറച്ചേ ഉള്ളൂ, അതൊരു ലഘു ഗ്രന്ഥമായിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ മാത്രമല്ല, കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഉപദേശിച്ചതായിട്ട് പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ അടുത്തിടെ വായിക്കാനായിട്ടിടയായി. ഇങ്ങനെയുള്ളവരെ, നമ്മുടെ ബൈബിളിലെ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രത്യേകമായിട്ട് നമുക്കൊന്ന് നോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ കൽപ്പനകൾ റെഡ് ലൈനിൽ മാർക്ക് ചെയ്ത് അത് നമ്മുടെ ജീവിതവുമായി താതാത്മ്യപ്പെടുത്തുവാനായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി നാം ഒന്ന് തയ്യാറായിക്കേ. അതോടൊപ്പം തന്നെ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചാൽ ശ്രേഷ്ഠമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളാകുവാനായിട്ട് നമുക്കിടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാമെല്ലാം ഒരുപക്ഷെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ അക്രൈസ്തവരായിട്ടുള്ള ആളുകളും ഇത് ശ്രവിക്കുന്നുണ്ടാവാം. യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമായിരിക്കും അത്. മഹാത്മാഗാന്ധി തൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വാധീനിച്ചത് കർത്താവിൻ്റെ ഈ ഉപദേശങ്ങളായിരുന്നു. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളാണ് മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച ഉപദേശങ്ങൾ. ഒരിക്കലെ മഹാത്മാഗാന്ധി ഒരു വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് പരാജയഭീതിയോടെ മടങ്ങുമ്പോൾ നിരാശനായി അദ്ദേഹം വത്തിക്കാനിൽ സന്ദർശിക്കുവാനായിട്ടിടയായി. വത്തിക്കാനിൽ യേശുവിൻ്റെ കുരിശിത രൂപത്തിൻ്റെ മുമ്പിൽ നമിച്ചുകൊണ്ട്
അദ്ദേഹം ധ്യാനനിമുക്തനായി. വാസ്തവത്തിൽ ആ വട്ടവേഷ സമ്മേളനത്തിൽ അദ്ദേഹം പരാജിതനായാണ് മടങ്ങിയത് എങ്കിൽ, നിരാശയോടെയാണ് തിരിച്ചു വന്നതെങ്കിൽ, ആ കുരിശിത രൂപത്തിൻ്റെ മുമ്പിൽ കിട്ടിയതായ ആ ഊർജമാണ് അദ്ദേഹത്തെ നയിക്കുവാൻ കോണം മുഖാന്തരമായത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുവാനും കർത്താവ് ഏറ്റെടുത്തതായ ആ ദൗത്യം ഏറ്റെടുക്കുവാനും സാധിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് മഹാത്മാഗാന്ധി ലോകത്തിന് കാണിച്ചു തന്നതായ ഒരു പാഠമാണ്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ലജ്ജയോടെ തലകുനിക്കേണ്ട ഒരു വിഷയമാണിത്. നമുക്കറിയാമല്ലോ, മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വളരാത്തതിന് കാരണം ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന്. ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുവാനായിട്ട് സാധിക്കാത്തതാണ് ഇന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ വളർച്ച താഴോട്ട് പോകുവാനായിട്ട് കാരണമായത്. അത്ര ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ അരുമ ശിഷ്യരായി തീരുവാൻ തക്കവണ്ണമുള്ള വിളി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ശുശ്രൂഷയിലൂടെ ആ ഒരു സമർപ്പണത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കുടുംബജീവിതത്തിൽ സ്വാർത്ഥത ക്യാൻസർ പോലെ കത്തി പടരുന്നു എങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്വാർത്ഥതകളെ വെടിഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം, അങ്ങനെ കുടുംബവും സമൂഹവും മാതൃകയായി തീരുവാൻ തക്കവണ്ണം ഈ വചനശ്രൂഷ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിമാന്മാരെ, ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.